പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ കൺസംപ്ഷൻ ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. താങ്കൾ വിളിക്കുന്ന വ്യക്തി കോളുകൾ സ്വീകരിക്കുന്നില്ല. താങ്കൾ വിളിക്കുന്ന വ്യക്തി കോളുകൾ സ്വീകരിക്കുന്നില്ല. താങ്കൾ വിളിക്കുന്ന വ്യക്തി കോളുകൾ സ്വീകരിക്കുന്നില്ല. ആടി പറ. വിളിച്ചാ നിനക്ക് ആ ഫോണൊന്ന് എടുത്തൂടെ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഷൂട്ടുണ്ടെന്ന്. എത്ര തവണ വിളിച്ചു, നിനക്ക് ആ ഫോണൊന്ന് എടുത്തൂടെ? എടുത്തില്ലേ തിരക്കാണെന്ന് മനസ്സിലാക്കണം. എടാ ഇതൊന്ന് നോക്കിയേ. നീ വിളിക്കാൻ വരാന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തത്. ഞാൻ അന്നോട് പറഞ്ഞാണല്ലോ നിന്നെ പിക്ക് ചെയ്യണമെന്ന്. അവൻ വന്നില്ലേ? അവനും ഇല്ലായിരുന്നെങ്കിലോ? ഞാൻ വിളിക്കാം. ഇതൊന്ന് നോക്കിയേ. സെറ്റ് അല്ലേ? ഇവിടുന്ന് കുറച്ചുകൂടെ. എൻ്റെ എടി, നിനക്കറിയാലോ അവൻ്റെ തിരക്കും അവൻ്റെ പാഷനും എല്ലാം. അവന് സിനിമ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാനും നീയും എല്ലാം. അവനൊന്ന് മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് എത്ര നാളായെന്നറിയോ? നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. നല്ല തിരക്കുള്ള പരിപാടി അസിസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ പോലും ഇപ്പം അങ്ങനെ സംസാരിക്കാറില്ല. അവൻ പഴയ പോലെ ഒന്നും അല്ലടാ, അവൻ മാറി. എന്തു മാറിയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവന് നിന്നെ ഇഷ്ടമല്ലെന്ന്? കുഞ്ഞുനാൾ മുതൽ നമ്മൾ അവനെ കാണുന്നതല്ലേ. അവൻ ഇടയ്ക്കെങ്കിലും എന്നെ ഒന്ന് കോൾ ചെയ്യാലോ. നീ ഒന്ന് നിർത്ത്. എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവത്തില്ല. നീ അവന്റെ സൈഡാ, നീ പോ. ഇറങ്ങ. ചേട്ടാ 2 ചായ. പിടിക്കുവോ അപ്പേ? നീ അത് വിട്. ഞാൻ അവനോട് സംസാരിക്കാം. നീ വിഷമിക്കണ്ട. ഒരു വടയായാലോ? ആവാം. അണ്ണേ 2 വടേ.
എടാ നിനക്കറിയാലോ എൻ്റെ അപ്പ എങ്ങനെയാ പോയെന്ന്. എന്ത് എന്തെന്ന് എന്ത് ഉം. എന്താടാ കാര്യം പറയടാ. അത് പിന്നെ നിന്ന് താളം വിടാ, കാര്യം പറയടാ. എടാ എനിക്കൊരു ഇഷ്ടമുണ്ട്. ആരോട് അത് പറടാ, ആരാ? നമ്മുടെ ശ്രീ. ഷേ പോടാ. നമ്മുടെ സ്ത്രീയോ? നീയോട് പറഞ്ഞ? ഇല്ല, പറയണം. നമുക്ക് പറയാടാ. മുൻദിനം പാർത്തേനെ പാർത്തതും തോറ്റേ. ശ്രീ എന്തെടാ തെണ്ടി തെണ്ടിപ്പൻ പോടാ നാളെ. താഴി വരുന്നില്ലടാ. നമ്മുടെ വിഷയത്തിന് തെന്നി മാറുന്നു. എടാ അടിയ, ഇവളെ നമുക്ക് വേണോ? ഇവളെക്കാട്ടി നീളമുണ്ടോ ഇവളെ നാക്കിന്? ഞാൻ എന്താ പറയുന്നറിയോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ കാര്യം നടക്കും. എന്തുവാടാ രണ്ടും കൂടി കുശു കുശുക്കുന്നേ? 2-3 ദിവസമായിട്ട് എവിടെ ആയിരുന്നു? അത് പോയി നടക്കൂലടാ. എന്ത് പറ്റിയടാ? ഒന്നുമില്ല. എടാ നന്ദുവേ, എന്നതാടാ? അത് പിന്നെ നമ്മുടെ ബിച്ചുവിന് ആ അവന് ചെറിയ ഒരു ഇഷ്ടം. ആ അതെനിക്കറിയാലോ. അത് നിനക്കങ്ങനെ അറിയാം? നീയല്ലേ പറഞ്ഞേ +1 പഠിക്കുന്ന നിഷ നിനക്ക് ഇഷ്ടമാണ്. അതാണോ ഇവിടുത്തെ മാറ്റർ? നീ കൊണ്ടുപോയി തിന്നി. എടാ മണ്ട, നമ്മൾ എന്തിനാ? എന്റെ പൊന്നടാവേ, എനിക്കവളെ വേണ്ട. പിന്നെ കാര്യം വേണ്ടേ? അത് പിന്നെ നീ ആരാടാ അവള്? നിനക്ക് പണയൊന്നുമില്ലേ? അപ്പൊ നീ എന്നോട് പറയാത്ത കാര്യമുണ്ടല്ലേ? അല്ല, അതല്ല ഇത്. പിന്നെ ഏതല്ല? ആശ എന്റെയാണ്. ആശയോ? ആശ അല്ല, നിഷ. നീ പറ, ആരാടാ അവള്? എനിക്കിപ്പോ അറിയണം. നീ ഓ ഞാനായിരുന്നു. ഞാനോ? രണ്ടാളും ചായ കുടിക്കേ? വേണ്ടായിരുന്നു. ശ്രീ ശ്രീ എന്ത് കണ്ടിട്ടാടാ നീ? നീ എൻ്റെ ഫ്രണ്ടല്ലേ, എനിക്കതുപോലെ. കുഞ്ഞുനാൾ മുതൽ നീയും അവനെ എന്നെ മനസ്സിലാക്കിയതുപോലെ വേറെ ആരും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. ഇവനെന്ന് എൻ്റെ കൂടെ കാണുമെന്ന് എനിക്കറിയാം, പക്ഷേ നീ അതുപോലെയല്ല. കുറച്ച് കഴിഞ്ഞ് നീ കെട്ടിപ്പോവും. എന്നെ മനസ്സിലാക്കാൻ നിന്നെ പോലെ ഒരാളെ കിട്ടില്ല.
അതേപോലല്ലേ നിനക്കും? നീ പറയാതെ പോലും നിന്നെ ഞാൻ മനസ്സിലാക്കില്ലേ? എൻ്റെ ലൈഫ് ഫുള്ളും എനിക്ക് എൻ്റെ ഈ കൂട്ടുകാരി വേണം. ലവ് യു ടു ശ്രീ. നീ ഫോൺ നിനക്ക് ശ്രീ. എടാ ഞാൻ അവനോട് പറഞ്ഞതാ ഇന്ന് അമ്മയ്ക്ക് കീമോയാണ് എൻ്റെ കൂടെ വരണമെന്ന്. എടി അവൻ ആ പ്രൊഡ്യൂസറിൽ നിന്ന് കണ്ടോണ്ടല്ലേ. നീ കൂടെ വന്നില്ലായിരുന്നെങ്കിലോ? ഞാൻ വന്നു, അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെന്താ പ്രശ്നം? അവൻ ചെയ്യേണ്ടത് അവൻ തന്നെ ചെയ്യണം, അല്ലാതെ ആര് ചെയ്തിട്ട് എന്തിനാ? എടാ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ആടി മനസ്സിലായി. ഞാൻ ഇറങ്ങട്ടെ. നന്ദു നിനക്ക് ഫീലായോ? ഫീലായോന്ന് ചോദിച്ചാ ഹായ്. നീ വിളിച്ചാണ് ഓടി വരുന്നത്. നിന്നോട് മാത്രമുള്ള സ്നേഹം കൊണ്ടല്ല, അകത്ത് കിടക്കുന്ന അമ്മയില്ലേ, അതെൻ്റെയും കൂടെ അമ്മയാണ്. അമ്മ നാളെ ഞാൻ ഒന്ന് പുറത്തു പോകും. തനിച്ചോ? അല്ല, നന്ദുണ്ട്. ബിച്ചു നാട്ടിലില്ലേ? ഞങ്ങൾ രാവിലെ പോവും. ഇവനിലും കുളിർ പകർത്തി ദൂരമേറെ, ഇവനിലും മലർന്നിരത്തി ദൂരമേറെ, മൗനത്തിൻ മായയോ മാഞ്ഞുപോകേ, മാഞ്ഞുപോകേ, മാഞ്ഞുപോകേ. ഇവനിലും കുളിർ പകർത്തി
ശ്രീ ശ്രീ ഉം. അവനെ ഓർത്തിട്ടാണോ? എടാ എന്നോടൊന്ന് സംസാരിച്ചിട്ട് ഒന്ന് കണ്ടിട്ട് എത്ര നാളായെന്നറിയോ? എടി അവന് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. എടാ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞാൽ അത് ഫീൽ ചെയ്യാൻ പറ്റണം, അല്ലാതെ മനസ്സിൽ വെച്ചിട്ട് ഒരു യൂസും ഇല്ല. എടാ 24 മണിക്കൂർ എൻ്റെ കൂടെ വേണമെന്നല്ല, ഈ 24 മണിക്കൂറിൽ ഒരു 5 മിനിറ്റ് എനിക്ക് വേണ്ടി, അത്രേ ഉള്ളൂ. അവന് സെറ്റിലാവട്ടെ, എല്ലാം ശരിയാവും. ഇന്ന് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു നിൻ്റെ കൂടെ. താങ്ക് യു. നിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയാടാ. ഞാനും കുറേ നാൾക്ക് ശേഷമാണ് നിന്നെ ഇങ്ങനെ ഹാപ്പിയായിട്ട് കാണുന്നത്. അതെ, ഉം? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഉം. നീ എന്നെ ഒരു ഫ്രണ്ട് എന്ന രീതി മാത്രമേ കണ്ടിട്ടുള്ളൂ? ആ ഇരിക്കെ. ബിജു പറഞ്ഞോ? ആ സാർ, നമ്മുടെ കഥയുടെ പേര് കളിയാലോചന എന്ന. ഇത് 4 ചെറുപ്പക്കാരുടെ കഥയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു സാർ. നീ ഓക്കെ അല്ലേ? ബിച്ചു, ശ്രീ, ഞാൻ നിന്റെ വീട്ടിലുണ്ട്. നീ എപ്പോൾ എത്തും? ഒരു 1 hour. നന്ദു ഇല്ലേ ഇവിടെ? ഹായ്.
നമുക്കൊന്ന് കത്തിച്ചാലോ? ചേച്ചി 3 പ്ലേയേഴ്സ്. തീപ്പെട്ടി ഉണ്ടാ? ഡാ, നീ എന്നോട് പറയുന്നില്ലേ ശ്രീയുടെ കാര്യം? പറയണം. ഇതാദ്യമാ ഞാൻ അവിടെ ഒരു കാര്യം പറയാതിരിക്കണേ. നീ പറയടാ, അവ എന്തായാലും ഒന്നും പറയാൻ പോണില്ല. പറയണം. ഇപ്പം അങ്ങോട്ടേക്കാ പോണേ. എടാ, എനിക്കൊരു ഇഷ്ടമുണ്ട്. ആരോട്? പറടാ, ആരാ? അത് നമ്മുടെ ശ്രീ. ഓടാ, നമ്മുടെ ശ്രീയോ? നീയോട് പറഞ്ഞ? ഇല്ല, പറയണം. നമുക്ക് പറയാടാ. വേണ്ട. നീ പറഞ്ഞോ? ഇല്ല. അതെന്താ? ഒന്നുമില്ല. കാര്യം പറയടാ. ഇച്ചിന് ശ്രീ ഇഷ്ടോ? അതിനിപ്പോ എന്താ? അവിടെ പോകാൻ പറ. അപ്പൊ ശ്രീയോ? അവൻ കഴിഞ്ഞിട്ട് എനിക്ക് ആരുള്ളൂ. ഞാൻ ശ്രീയെ കെട്ടിയാലോ എന്ന് ഓർക്കുക. നീ എന്തൊന്നും മിണ്ടാത്തേ? നന്ദു, എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ ഓക്കെ അല്ലേ? ആടാ, ഞാൻ ഓക്കെയാ. ഞാനിന്ന് അങ്ങോട്ട് പോയേക്കോടാ. നിക്ക്, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ പയ്യെ നടന്നോളാം. നിന്റെ പ്രോബ്ലം എന്താണെന്ന് എനിക്കറിയില്ല. അതിപ്പോൾ എന്താണെങ്കിലും ഞാൻ നിന്റെ കൂടെ കാണും.